2024 ഏറ്റവും വലിയ തമാശ ഇന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പായിട്ട് ചെറിയാൻ ഫിലിപ്പ് എഴുതിയിട്ടുണ്ട്. രസകരമാണ്, ചിരിച്ച് മണ്ണ് കപ്പും. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: മമ്മൂട്ടി CPM ബന്ധം ഉപേക്ഷിച്ചു. ചെറിയാൻ ഫിലിപ്പ്. കേരള TV ചെയർമാൻ മമ്മൂട്ടി താമസിയാതെ CPIM ബന്ധം ഉപേക്ഷിക്കും. കാൽ നൂറ്റാണ്ടിലേറെയായി CPIM തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല. ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് CPIM ബന്ധത്തിൻ്റെ പേരിലാണ്. സാഹിത്യ, സിനിമാ, കലാരംഗങ്ങളിൽ CPM സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ്. പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ്. MLA മാരായിരുന്ന മഞ്ഞളാംകുഴി അലി, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ CPM ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ്. ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും BJPയിൽ ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി. KT ജലീൽ അൻവറിൻ്റെ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ്. അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുമുണ്ട്. പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്ന് CPMൽ ചേർന്നവരെല്ലാം മരണക്കിണിയിലാണ്. ചിലർക്ക് അപ്പക്കഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഈ കുറിപ്പിനൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. CPM വിട്ട് മറ്റ് പാർട്ടിയിലോട്ട് മമ്മൂട്ടി ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടിയും CPMമായിട്ടുള്ള ബന്ധമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരള TVയുടെ ചെയർമാൻ സ്ഥാനമാണ്. പക്ഷേ കേരള TVയിൽ ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ CPM ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. കേരള TVയിൽ മാത്രമായിരുന്നു ചെറിയാൻ ഫിലിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. അതല്ലാതെ പിന്നെ കുറച്ച് പദവികൾ സംസ്ഥാന സർക്കാർ പിന്നെ കൊടുത്തെങ്കിലും അതിലൊന്നും മതി വരാതെയാണ് അദ്ദേഹം പിന്നെ പോയത്. അദ്ദേഹത്തിന് അതിനും മേളിൽ ഒരു പദവി വേണമായിരുന്നു. ആ പദവി കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. അതിനെക്കുറിച്ച് അന്ന് ഒരുപാട് ചർച്ച നടന്നതാണ്. മാധ്യമപ്രവർത്തകർ തിരിച്ചും മറിച്ചും ചോദിച്ചാണ് അവസാനം തോറ്റ് ചെറിയാൻ ഫിലിപ്പ് തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. അതുപോലത്തെ ഒരു ഡയലോഗാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. മാത്രമല്ല പോസ്റ്റിന് താഴെ ഒരുപാട് അടിപൊളി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്, എടുത്ത് പറയേണ്ട കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമൻറ്റ് റഹീം പാലകൽ തേവലക്കര എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയതാണ്. അതിങ്ങനെയാണ്: അതിന് തൻ്റെ തന്തയല്ല മമ്മൂട്ടിയുടെ തന്ത പറഞ്ഞിട്ടുള്ളത്. കമൻറ്റാണ്, കമൻറ്റ് വായിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്ത കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺഗ്രസിൽ തിരിച്ചു പോയിട്ട് ഇയാൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. ഉമ്മൻചാണ്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച് നിങ്ങൾക്ക് ഇനി കോൺഗ്രസ്സിന് തേങ്ങ കിട്ടുമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയുണ്ട്. പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട്, ഒന്ന് പോടോ, സ്ഥാനമാനങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ എല്ലാവരും ചെറിയാൻ ഫിലിപ്പല്ല എന്ന് പറഞ്ഞവർ ഇതിനകത്തുണ്ട്. വേറൊരു കമൻറ്റുണ്ട്: എനിക്ക് കോൺഗ്രസിൽ നിന്നും എല്ലാ പരിഗണനയും കിട്ടി, CPMലെത്തി അവിടെ നിന്നും കിട്ടി നല്ല പരിഗണന, വീണ്ടും കോൺഗ്രസ്സിലെത്തി ഞാൻ ആരാണെന്ന് പറയാമോ കൂട്ടുകാരെ എന്ന് പറഞ്ഞൊരു കമൻറ്റ് കൂടിയുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ ചീത്ത പറയുന്നുണ്ട്. പിന്നെ തന്നെപ്പോലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുന്ന എരപ്പുകളെ അങ്ങനെ ചെയ്യും. മമ്മൂട്ടി ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സഹയാത്രികനായതല്ല എന്ന് കമൻറ്റ് പറയുന്നുണ്ട്. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയാൻ ഫിലിപ്പ് എയറിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിരിക്കുകയാണ് CPMമായിട്ടുള്ള സകലമാന ബന്ധങ്ങളും മമ്മൂട്ടി ഉപേക്ഷിക്കുന്നു. CPMമായിട്ട് എന്ത് ബന്ധമായിരുന്നു മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തേണ്ടത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ബാധ്യതയാണ്. കേരള TVയുടെ ചെയർമാൻ സ്ഥാനം CPMൻ്റെ അംഗത്വമല്ലെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും CPMമായിട്ട് മമ്മൂട്ടി കൂട്ടിക്കെട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയം മമ്മൂട്ടി പ്രകടമായിട്ട് പുറത്തെടുക്കാറില്ല. മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവരായിട്ടും മമ്മൂട്ടി നല്ല ബന്ധത്തിലുമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഉമ്മൻചാണ്ടിയുമായിട്ട് കോൺഗ്രസിനും മറ്റ് നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം ഇപ്പോൾ ഉള്ളത് രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ പ്രചാരകന്മാരിൽ ഒരാൾ കൂടിയാണ്. അങ്ങനെ എല്ലാവരുമായിട്ടും മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച ബന്ധവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ CPMമായിട്ട് മാത്രം കൂട്ടിക്കെട്ടിക്കൊണ്ട് മമ്മൂട്ടി ഒരു പോയിന്റിലോട്ട് മാത്രം ഒതുക്കാൻ ശ്രമിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും 2024 ഏറ്റവും വലിയ കോമഡി ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് തന്നെ അടിച്ചിരിക്കുകയാണ്. CPM ബന്ധം ഉപേക്ഷിക്കാൻ മമ്മൂട്ടി പോവുകയാണെന്ന്. അതിന് എന്ത് ബന്ധമായിരുന്നു CPMമായിട്ടുള്ളതെന്ന് വ്യക്തമാക്കേണ്ടത് ചെറിയാൻ ഫിലിപ്പ് തന്നെയാണ്.